നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ UPI ട്രാൻസാക്ഷനിൽ ഫേസ് ID അതല്ലെങ്കിൽ ബയോമെട്രിക് എങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് മനസ്സിലാക്കി. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. അതിനേക്കാൾ ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. മോബി ആർമർ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിനെയും നിങ്ങളെയും എല്ലാ രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. അതിന് മുൻപ് ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇന്നത്തെ കാലത്ത് എല്ലാ സേവനങ്ങൾക്കും ഡിജിറ്റലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാങ്ക് ട്രാൻസാക്ഷൻ മുതൽ ഏതെങ്കിലും രീതിയിൽ ഫോട്ടോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പല രീതിയിലുള്ള ലിങ്കുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ സെക്യൂർ ആണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകളോ മറ്റുള്ള മെയിൽ ID കളോ ഒക്കെ സേഫ് ആണോ, സെക്യൂർ ആണോ എന്നൊക്കെ നമുക്ക് വലിയ ഡൗട്ട് ഉണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. സാധാരണ ഒരു ആൻറ്റിവൈറസ് സ്കാൻ ആപ്ലിക്കേഷനെ പോലെയല്ല ഇത് പ്രവർത്തിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ സംവിധാനങ്ങളെയും കൃത്യമായി സ്കാൻ ചെയ്ത് നിങ്ങൾ അലർട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഐഫോണിനും ആൻഡ്രോയിഡിനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക തന്നെ വേണം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇതിൻ്റെ പ്രധാനമായ ഫീച്ചറുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ID അതല്ലെങ്കിൽ ആപ്പിൾ ID നൽകി ആപ്പിൽ ലോഗിൻ ചെയ്യാം. വളരെ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ യാതൊരുവിധ പേടിയും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. ലോഗിൻ ചെയ്ത് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇൻ്റർഫേസ് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഓപ്ഷനുകളെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനുകളാണ്. സെക്യൂർ യുവർ ഫോൺ എന്നുള്ള ഓപ്ഷനുണ്ട്. ആ ഒരു ഭാഗം സെലക്ട് ചെയ്താൽ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അക്കൗണ്ടുകൾ ഏതെല്ലാം വീക്കായിട്ടുള്ള രീതിയിലുണ്ട് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേ രീതിയിൽ ഡാറ്റ ഏതെങ്കിലും ബ്രീച്ച് ആവുന്നുണ്ടോ എന്നുള്ള ഓപ്ഷൻ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ OTP സെക്യൂരിറ്റി അലർട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഫേക്ക് സ്കാം OTP കളൊക്കെ വരികയാണെങ്കിൽ അത് കൃത്യമായി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തു തരുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ ഡിവൈസ് ലോക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് സ്കാൻ QR കോഡ് എന്ന ഓപ്ഷനുണ്ട്. അതുപോലെ വൈഫൈ സെക്യൂരിറ്റി, അതുപോലെ സ്കാൻ വെബ്സൈറ്റ്, അതുപോലെ OTP സെക്യൂരിറ്റി, ഡാറ്റ ബ്രീച്ച് സെക്യൂരിറ്റി, അതുപോലെ റിപ്പോർട്ട് സ്കാം എന്നുള്ള ഓപ്ഷനുണ്ട്. താഴെയായിട്ട് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് പോലെയുള്ള അക്കൗണ്ടുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷനുകളാണ്. ഒന്ന് സ്കാൻ QR കോഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളത് QR കോഡുകൾ നിങ്ങൾക്ക് വരാറുണ്ട്. പല രീതിയിലുള്ള QR കോഡുകളാണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ഇതിൽ സ്കാൻ ചെയ്ത് അത് ഒറിജിനലാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉഡായിപ്പുമാരെ നൽകിയ QR ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിതിലൂടെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് താഴെയായി വൈഫൈ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വൈഫൈ സെക്യൂർ ആയിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും പബ്ലിക് ഡാറ്റയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെക്യൂർ ആണോ, ട്രസ്റ്റഡ് ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ അടുത്തതാണ് സ്കാൻ വെബ്സൈറ്റ് എന്നുള്ളത്. ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ നൽകിക്കഴിഞ്ഞ് അതിന് നിങ്ങൾക്ക് സേഫ് ആണോ എന്നുള്ളത് പരിശോധിക്കാം. സ്കാൻ ഈ ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക, ശേഷം സ്കാൻ URL എന്നുള്ളത് നൽകിക്കഴിഞ്ഞാൽ കൃത്യമായി അതിനെ സ്കാൻ ചെയ്ത് ആ ഒരു വെബ്സൈറ്റിൽ മാൽവെയറുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഫിഷിങ്ങോ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലർട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ OTP സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പല രീതിയിലുള്ള OTP സ്കാമുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊവൈഡർ ഏതാണോ എന്നുള്ളത് നൽകി അതിനുശേഷം OTP വരുന്നു എങ്കിൽ അതിലേക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ ഡാറ്റ ബ്രീച്ച്, ഏതെങ്കിലും രീതിയിലുള്ള ഡാറ്റകൾ ബ്രീച്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ മെയിൽ ID ബന്ധപ്പെട്ട ഏതെങ്കിലും ബ്രീച്ചുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്തായിട്ട് റിപ്പോർട്ട് സ്കാം സാധാരണ ഉണ്ടാകുന്നത് പോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സ്കാമുകൾ ബാങ്കിൻ്റേതായാലും UPIയുടേതായാലും അല്ലെങ്കിൽ ഇമെയിൽ, ഫോൺ അങ്ങനെ തുടങ്ങി ഏതെങ്കിലും രീതിയിലുള്ള സ്കാമുകൾ നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളും അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വലിയ പ്രത്യേകത. തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ആവശ്യമുള്ളവരെന്നല്ല, എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.